ബിഗ് ബോസ് സീസൺ 6 നമ്മൾ ദേവ് സ്റ്റോക്സിൽ ഇതുവരെയും സംസാരിക്കാത്തൊരു വിഷയമാണ്. ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ടെങ്കിലും അതൊരു വിഷയമാക്കി സംസാരിക്കണം എന്നൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ച പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം തന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ അധികം ആൾക്കാർ സംസാരിക്കുന്ന ഒരു വിഷയമാണ് ജാസ്മിൻ ജാഫർ ആൻഡ് ഗബ്രിയൽ ഇവരുടെ ലവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നു അവരുടെ ഫ്രണ്ട്ഷിപ്പാണ് എന്ന് അവർ വാദിക്കുന്നു. പക്ഷെ കാണുന്ന പ്രേക്ഷകരായിക്കോട്ടെ, അവിടെയുള്ള കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ, ഇവർക്കെല്ലാം അവരുടെ എല്ലാം മനസ്സിലൂടെ പോകുന്നത് ഇവർ തമ്മിൽ പ്രണയത്തിലാണ്. കാരണം അത്തരം കാര്യങ്ങളാണ് ഇവർ അവിടെ ചെയ്തു കൂട്ടുന്നത്. റൂമിനകത്തായിക്കോട്ടെ, റൂമിന് പുറത്തായിക്കോട്ടെ, ഇവർ ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് കൈപിടിച്ച് നടക്കുന്നു. സൗഹൃദങ്ങൾക്കിടയിൽ ഇതൊന്നും പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലെ ഒരു കണ്ടസ്റ്റന്റായ ശരണ്യ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. എന്തായിക്കോട്ടെ, സൗഹൃദമായിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, ഇതിനെല്ലാം ഒരു ലിമിറ്റ്, ഒരു പരിധി വേണം. മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ പെരുമാറണം, ഒറ്റയ്ക്കിരിക്കുമ്പോൾ എങ്ങനെ പെരുമാറണം, ഒരുപാട് ക്യാമറകളുടെ മുന്നിൽ ആണ് ഇവർ ഇരിക്കുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മുറിക്കകത്ത് രണ്ടുപേർ മാത്രം ഇരിക്കുന്ന ഒരു വേദിയല്ല. അപ്പോൾ ഇത്രയധികം ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാം ഇത്തരം പേക്കൂത്തുകൾ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാവും. അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച പോയിന്റ് വേറെയാണ്. 19 കണ്ടസ്റ്റൻസുമായിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാം ഒരാൾ കഴിഞ്ഞ വീക്കിൽ എവിക്റ്റായി പുറത്തു പോയി. ബാക്കി 18 പേരുണ്ട്. ഈ 18 പേരിൽ 17 പേർക്കും ഇല്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് ഈ ജാസ്മിൻ ജാഫറിന് ബിഗ് ബോസ് ഹൗസിലുള്ളത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. അവിടെ വെച്ച് ബിഗ് ബോസ് വളരെ ആധികാരികമായിട്ട് ജാസ്മിനോട് സംസാരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ജാസ്മിന്റെ അച്ഛനോ ജാസ്മിനോട് സംസാരിക്കണമെന്ന് ബിഗ് ബോസ് ആവശ്യപ്പെടുന്നു. അത് കേട്ടപ്പോൾ ജാസ്മിൻ ഒന്ന് ഞെട്ടുന്നു. എന്താണ് വാപ്പയ്ക്ക് എന്നോട് സംസാരിക്കാനുള്ളത് എന്നോർത്തിട്ട്. അതിനുശേഷം ആ രംഗം മാറുന്നു. ഞാൻ എപ്പിസോഡിന്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ ആ ഒരു സീൻ കാണിക്കുന്നില്ല. കുറെ കഴിഞ്ഞിട്ട് ജാസ്മിൻ പെട്ടെന്ന് വന്ന് റൂമിനകത്ത് കയറിയിരുന്നു, മിണ്ടാതിരിക്കുന്നു. ഗബ്രി അടുത്തിരിക്കുന്നു, ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇങ്ങനെ ഹഗ് ചെയ്യാൻ പോകുന്നു, ഹഗ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ജാസ്മിൻ അവിടെ വരുന്ന മറ്റു കണ്ടസ്റ്റൻസിനോട് ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറയുന്നു. ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും പോയ സമയത്ത് ഗബ്രി പോകാൻ തുടങ്ങിയിട്ട് തിരിച്ചു വന്ന് ചോദിക്കുന്നു, ഞാൻ പോണോ? വേണ്ട, നീ ഇരിക്ക്. അപ്പൊ എന്തേ ജാസ്മിൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ? അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ജാസ്മിൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ? അത് പോട്ടെ. ഇനി അതിനുശേഷം ജാസ്മിൻ പറയുന്ന കുറച്ച് വാക്കുകൾ, കുറച്ച് പോയിന്റ്സ്. അതായത് പുറത്ത് വാപ്പിക്ക് ഓപ്പറേഷനാണ്, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ആള് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതാണ് എന്നുള്ള ലെവലിലേക്കാണ് സംസാരിക്കുന്നത്. അത് ജാസ്മിൻ മിണ്ടാതിരിക്കുമ്പോൾ ഗബ്രി അങ്ങോട്ട് ചോദിക്കുകയാണ്, ഇനി ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? വാപ്പയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സർജറി വേണ്ടി വന്നതെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? ഐ തിങ്ക് സോ, അങ്ങനെയാണെന്ന് തോന്നുന്നു എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നിർത്താമെന്ന് പറയുന്നു. ശരിക്കും ആ കൺഫെഷൻ റൂമിൽ എന്താണ് സംഭവിച്ചത്? പ്രേക്ഷകർക്ക് ആർക്കും അതറിയില്ല. അപ്പോൾ ഇവരുടെ ഈ പേക്കൂത്തുകൾ പുറത്ത് ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്ന് ജാസ്മിനെ ഒന്നുകിൽ ബിഗ് ബോസ് അറിയിച്ചു. ഇനി വീട്ടിൽ നിന്ന് കോള് വന്നോ, ജാസ്മിനോട് വീട്ടുകാർ സംസാരിച്ചോ, ഇതൊന്നും നമുക്കറിയില്ല, നമ്മളെ കാണിച്ചിട്ടില്ല. അപ്പൊ ശരിക്കും ഇവിടെ കളിക്കുന്നത് ആരാണ്? പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്നതാണോ, അതോ അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസിനെ മണ്ടന്മാരാക്കുന്നതാണോ? ഈ പ്രോഗ്രാം കാണുന്നവരെല്ലാവരും കഴിക്കുന്നത് ചോറും ചപ്പാത്തിയും ബിരിയാണിയൊക്കെ തന്നെയാണ്. പൊട്ടന്മാരല്ല. ഞാൻ എന്നാ പൊട്ടന എന്ന് ചോദിക്കാൻ ആരും നിൽക്കില്ല. കാരണം എല്ലാവർക്കും ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇത് കാണുന്നവരെ മണ്ടന്മാരാക്കാതെ, ഇനിയിപ്പോ എല്ലാവരും പറയുന്നുണ്ട് ജാസ്മിനെ ഇനി കപ്പ് എടുത്താലും വലിയ കാര്യമൊന്നുമില്ല, ഉടായ്പ ഷോ കാണിച്ചിട്ട് കപ്പെടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറും. ശരിക്കും ഫേവറിസം കാണിക്കുന്നത് ആരാണ്? പുറത്താക്കേണ്ടത് ആരെയാണ്? ഇതൊക്കെയാണ് ശരിക്കും ചർച്ചാ വിഷയമാവേണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന പോയിന്റ് ഇതാണ്: പ്രേക്ഷകരെ മണ്ടന്മാരാക്കുകയാണോ ബിഗ് ബോസ് എന്ന ഷോ? ഇതാണ് എന്റെ ചോദ്യം.